കൊച്ചി സേലം ദേശീയപാതയിൽ മലയാളികളായ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം. 3 കാറുകളിലെത്തിയ മുഖംമൂടി ധരിച്ച അക്രമി സംഘം കാർ അടിച്ചു തകർത്തു. വിവരമറിയിക്കാൻ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ദുരനുഭവം ഉണ്ടായെന്നും പരാതിക്കാർ പറയുന്നു. ആദിത്യ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പാലക്കാട് സ്വദേശികളാണ് എന്ന് പറയുന്നു. 4 പേര് കസ്റ്റഡിയിലുണ്ട്. എന്താണ് ഈ സംഭവം എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്? ഇവരെ തന്നെ ലക്ഷ്യമിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണോ, അതോ മറ്റാരെങ്കിലും ലക്ഷ്യമിട്ട് വന്ന് മാറിപ്പോയതാണോ? എന്താണ് സംഭവിച്ചത്? പൂജ, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. കാരണം സിനിമാ സ്റ്റൈൽ സ്റ്റണ്ടൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതുപോലെ നടു റോഡിൽ നടക്കുന്ന ഒരു സംഭവമാണിത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പെടുത്തുന്ന ഒരു വസ്തുത. കാരണം രാത്രിയിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന 4 യുവാക്കൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. അതും പ്രതികളുടെ പേരുവിവരങ്ങളും പുറത്തു വരുമ്പോൾ അതും മറ്റൊരു ഞെട്ടലായി മാറുകയാണ്. കാരണം 4 പേരും മലയാളികൾ തന്നെയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടവർ. അതും 30-ൽ താഴെ വയസ്സ് മാത്രം പ്രായമുള്ള 4 പാലക്കാട് സ്വദേശികളെയാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശിവദാസ്, രമേഷ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിങ്ങനെ 4 പേരെയാണ് പിടികൂടിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 പേർക്കും 30-ൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. ഇവർ കുഴൽപ്പണമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരുടെ പക്കൽ, അതായത് നമുക്ക് ആക്രമണമേറ്റ ആ യുവാക്കളുടെ സഞ്ചരിച്ചിരുന്ന കാറിൽ കുഴൽപ്പണമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ അവിടേക്ക് എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ആക്രമിച്ച ശേഷം കുഴൽപ്പണവുമായി കടന്നു കളയുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇവർ ഇതിനു മുൻപ് ഈ ഹവാല കുഴൽപ്പണ കേസുകളിലൊക്കെ ഇതിനു മുൻപ് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ 4 പ്രതികൾ. അതുമാത്രമല്ല 2 കാറുകളും തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന കാറുകളാണെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. ഈ 2 കാറുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഈ 4 പേർ മാത്രമല്ല പ്രതികളായി ഉള്ളത്. 2 കാറുകളിലായി 10ഓളം ആളുകളുണ്ട് എന്നാണ് ഈ യുവാക്കളുടെ മൊഴി. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ കണ്ടെത്താൻ പോലീസിന് കഴിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മറ്റു പ്രതികൾ കൂടി പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു കാര്യം അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? ഈ ഹവാല ഇടപാട് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്കും കൂടി പോകുമോ? ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം മാത്രമാണ് ഇവരുടെ ഈ പേരുവിവരങ്ങൾ. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഇവർ കുറ്റകൃത്യങ്ങൾ ഇതേ റോഡിൽ തന്നെ 1-2 ആക്രമണ സംഭവങ്ങളിലൊക്കെ ഈ പ്രതികൾ പങ്കുചേർന്നിട്ടുണ്ട് എന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ലഭിക്കുന്നത്. മാത്രമല്ല കുഴൽപ്പണം ഈ കാറിലുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ആൾ മാറി വന്നതാണെന്നാണ് പോലീസ് നമുക്ക് തരുന്ന വിവരം. അതും മധുക്കരൈ പോലീസ്, തമിഴ്നാട് കോയമ്പത്തൂരിനടുത്തുള്ള മധുക്കരൈ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഈ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരാണ് പറഞ്ഞത് നിലവിൽ ഇവർ ഇതിനു മുൻപ് ഈ കുഴൽപ്പണം അല്ലെങ്കിൽ ഹവാല സംബന്ധമായ കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതികളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഈ 4 പേരെ പിടികൂടുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു പേരിലേക്കും അന്വേഷണം നീളുകയാണ്. അവരെയും ഉടൻ കണ്ടെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ യുവാക്കളുടെ ജീവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതുന്നത്. കാരണം മാരക ആയുധങ്ങളുമായാണ് ഇവർ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാറിന്റെ ചില്ലുകൾ ഇടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഇവരെ ആക്രമണപ്പെടുത്തി ഈ പണവുമായി കടന്നു കളയുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും യുവാക്കൾ രക്ഷപ്പെട്ടു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കാർ ഒരു ഓട്ടോമാറ്റിക് കാർ ആയതുകൊണ്ട് തന്നെ ആ കാർ ഓഫായില്ല. അതുമാത്രമല്ല ആ കാർ മുന്നോട്ടേക്ക് എടുത്ത് സധൈര്യം മുന്നോട്ട് പോയതുകൊണ്ട് മാത്രം ആ യുവാക്കൾക്ക് ശരീരത്തിന് ഹാനിയൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്